എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 15-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്ത് സെൻസസിനുള്ള ചോദ്യാവലി പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ആകെ 40 ചോദ്യങ്ങളാണുള്ളത്. രാജ്യത്ത് ആദ്യമായി സെൻസസിൽ ജാതി വിവരങ്ങൾ ശേഖരിക്കും. കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുള്ള സ്ഥലം, ബാങ്ക് അക്കൗണ്ടുകൾ, ഡിജിറ്റൽ സുരക്ഷ എന്നിവയും ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നടക്കുന്ന 8ാമത് ജനസംഖ്യാ കണക്കെടുപ്പിനാണ് നാളെ പുതിയൊരു സ്വാതന്ത്ര്യ ദിനത്തിൽ തുടക്കം കുറിക്കുന്നത്. സെൻസസ് വിവര ശേഖരണത്തിനായി 61,282 എന്യൂമറേറ്റർമാരെയും 10,189 സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ ഭവനം, സൗകര്യങ്ങൾ, ജനസംഖ്യ, ശാസ്ത്രം, വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ഗ്രാമ, പട്ടണ, വാർഡ് തല ഡാറ്റ നൽകുകയും ചെയ്യുന്നുണ്ട്. 1948 സെൻസസ് നിയമവും 1990 സെൻസസ് നിയമവും അനുസരിച്ചാണ് ഈ പ്രക്രിയ നിയന്ത്രിക്കുന്നത്. 2027 മാർച്ച് 1 സെൻസസ് റഫറൻസ് തീയതി. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ റഫറൻസ് തീയതി 2026 ഒക്ടോബർ 1. രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ 2027 മാർച്ച് 1 ആരംഭിക്കും. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലും ഓഗസ്റ്റ് 17 ആരംഭിക്കുന്ന സെൻസസിന്റെ 2ാം ഘട്ടത്തിന് മുന്നോടിയായാണ് ചോദ്യങ്ങൾ സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. 2027 ഫെബ്രുവരിയിലാണ് കേരളത്തിൽ സെൻസസ് നടക്കുക. സെൻസസിന്റെ 1ാം ഘട്ടം കഴിഞ്ഞ മാസം പൂർത്തീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ ഓഗസ്റ്റ് 16 മുതൽ ആരംഭിക്കും. നിത്യോപയോഗ സാധനങ്ങൾ 50% വിലക്കുറവിൽ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 13 സബ്സിഡി സാധനങ്ങളും സബ്സിഡി ഇതര സാധനങ്ങളും ചന്തയിൽ നിന്നും ലഭിക്കുന്നതാണ്. സപ്ലൈകോയുടെ ഓണം ഫെയറുകളുടെ പ്രവർത്തനവും തുടരുകയാണ്. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ്, സിഗ്നേച്ചർ കിറ്റ് എന്നിങ്ങനെ 4 ഇനം കിറ്റുകളും ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഓണം പടിവാതിൽക്കൽ എത്തിയിട്ടും സംസ്ഥാനത്ത് ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണം താളം തെറ്റുന്ന അവസ്ഥയാണുള്ളത്. പല ജില്ലകളിലും ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന് എത്തിയിട്ടില്ല. ഈ മാസം 10 മുതൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ച നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 10 കിലോ 26 രൂപ നിരക്കിലുള്ള അരിയും, പിങ്ക് റേഷൻ കാർഡിന് 3 കിലോ 10 രൂപ 90 പൈസ നിരക്കിലുള്ള അരിയും ഇതുവരെ റേഷൻ കടയിൽ എത്തിയിട്ടില്ല. ഓണക്കിറ്റും മിക്കവാറും റേഷൻ കടകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സപ്ലൈകോ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല എന്നാണ് ഓൾ കേരള റീറ്റെയിൽസ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി KP അഷറഫിന്റെ ആരോപണം. സ്പെഷ്യൽ അരി ചോദിച്ചു വരുന്ന കാർഡുടമകളോട് റേഷൻ വ്യാപാരികൾ മറുപടി പറഞ്ഞ് മടുത്തു എന്നും മറുപടിയിൽ തൃപ്തരല്ലാത്തവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നും അവർ ചൂണ്ടിക്കാണിച്ചു. സ്പെഷ്യൽ അരി എന്നു മുതൽ കൃത്യമായി വിതരണം ചെയ്യാൻ ആകുമെന്ന് അറിയിക്കണം എന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നാളെയും മറ്റന്നാളും അവധി ആയതിനാൽ ഈ ദിവസങ്ങളിലും റേഷൻ സ്പെഷ്യൽ അരി വിതരണം നടക്കില്ല. മഞ്ഞക്കാർഡുകാർക്കുള്ള ഓണക്കിറ്റും റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് അസോസിയേഷൻ ആരോപിക്കുന്നു. വെളിച്ചെണ്ണ, പയർ, ഉഴുന്ന്, പഞ്ചസാര, തൂരപ്പരിപ്പ്, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കരപ്പൊടി, ശബരി തേയില, പായസക്കൂട്ട് ഉൾപ്പെടെ 16 ഇനങ്ങളാണ് തുണിസഞ്ചി അടക്കം മഞ്ഞ റേഷൻ കാർഡിനുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റിലുള്ളത്. വാതിൽപ്പടി ക്ഷേമ പെൻഷൻ വിതരണം നിലച്ചതോടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റാൻ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വരുന്നത് 23.14 ലക്ഷം ഗുണഭോക്താക്കൾക്ക്. പെൻഷൻ വാങ്ങുന്നവർക്ക് നിലവിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് പെൻഷൻ കൈപ്പറ്റാവുന്നതാണ്. പുതിയ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നടപടി പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് എടുക്കേണ്ടി വരും. 2016 ഏപ്രിൽ വരെ ക്ഷേമ പെൻഷനുകളെല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് നൽകിയിരുന്നത്. പിന്നീടാണ് ബാങ്ക് വഴി പണം വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ
അക്കൗണ്ട് എടുക്കുന്നതിനിടെ പരാതി ഉയർന്നു. തുടർന്ന് താൽപ്പര്യമുള്ളവർക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചു. 2016 മുതൽ ഇങ്ങനെയാണ് പെൻഷൻ വിതരണം തുടരുന്നത്. ധനവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 51,10,908 പേരാണ് നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ഇതിൽ 27,95,912 പേർ ബാങ്ക് വഴിയാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. 28,14,996 പേർ പെൻഷൻ വീട്ടിലാണ് കൈപ്പറ്റുന്നത്. ഇവർ പകുതിയോളം പേർ ഇതിനകം തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാകും എന്നാണ് ധനവകുപ്പിന്റെ നിഗമനം. തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ്. കിടപ്പ് രോഗികൾ, ബാങ്കിലെത്താൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ പരിഷ്കരണത്തിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. മറ്റുള്ളവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാവകാശം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ വരുന്ന 1-2 മാസങ്ങൾ കൂടി നിലവിലുള്ളതുപോലെ തന്നെയാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തുടർന്ന് വിശദമായ ഉത്തരവ് ഇറക്കിയതിന് ശേഷമായിരിക്കും പെൻഷൻ വിതരണം പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുക. ഓണത്തിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ സഹകരണ സംഘം ജീവനക്കാരിൽ നിന്നും പാരവെപ്പുണ്ടാകുമോ എന്ന സംശയത്തിലാണ്. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നയുടനെയാണ് പെരുന്നാൾ വന്നത്. ആ സമയത്ത് വ്യാപകമായിട്ടുള്ള പ്രചരണം നടന്നത് പെരുന്നാളിന് പെൻഷനില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാണ് അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടന്നത്. അതിനു മുമ്പ് സർക്കാർ പെൻഷൻ വിതരണം തുടങ്ങി എങ്കിലും സഹകരണ സംഘങ്ങൾ അത് വീട്ടിലെത്തിച്ചിരുന്നില്ല. ഇതേ രീതി ഈ ഓണത്തിനും തുടർന്ന് പെൻഷൻ വിതരണം നേരത്തെ തുടങ്ങിയാലും കയ്യിൽ വിതരണം ഓണം കഴിഞ്ഞിട്ട് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് സഹകരണ സംഘങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. മലപ്പുറം ജില്ല ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും പ്രതിപക്ഷ പാർട്ടികളാണ് കൈകാര്യം ചെയ്യുന്നത്. സർക്കാർ പെൻഷൻ വിതരണം ചെയ്തിട്ടും ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് കൃത്യസമയത്ത് എത്തിയില്ല എന്ന പരാതി വി ഡി സതീശൻ സർക്കാർ വന്ന 1-ാം മാസത്തിൽ തന്നെ ഉണ്ടായി. 90% സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് CPM അല്ലെങ്കിൽ LDF ഘടകകക്ഷികളോ ആണ്. ഇത്തരമൊരു പാര ഇനി ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സർക്കാർ വന്ന ഉടനെ ഉണ്ടായ ആ അനുഭവം ഇനി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പെൻഷൻ ഓരോ ഉത്സവ സീസണിലും കൃത്യസമയത്ത് നേരത്തെ വിതരണം ചെയ്താൽ അത് അതുപോലെ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന അന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം സർക്കാരിനുണ്ട്. അതേസമയം ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ എതിർപ്പ് ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വയോജനങ്ങൾക്കും എതിർപ്പുണ്ട്. ഇതിൽ കിടപ്പ് രോഗികളെ നിശ്ചയിക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ എന്നു മുതൽ പുതിയ രീതിയിലേക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നത് തീരുമാനമായിട്ടില്ല. തൽക്കാലം പെൻഷൻ വിതരണം നിലവിലത്തെ രീതിയിൽ തന്നെ തുടരാനാണ് തീരുമാനം. ഓണത്തിന് ശേഷം പുതിയ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതാണ്. ഈ മാസത്തെ പെൻഷൻ വിതരണം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉണ്ടാവാനാണ് സാധ്യത. അതിനു മുമ്പ് അറിയിപ്പ് എത്തും. 25-ാം തീയതി 1-ാം ഓണത്തിന് മുമ്പ് വീടുകളിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ ഓണക്കാലത്ത് പെരുന്നാളിന് ചെയ്തതുപോലെ സഹകരണ ഉദ്യോഗസ്ഥർ സർക്കാരിന് പാരവെക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. വിതരണം ചെയ്ത തുക അനുവദിച്ചാൽ പോലും വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണക്കാർ താമസിച്ച് എത്തിച്ചുകൊണ്ട് ഓണത്തിന് പെൻഷൻ എത്തിയില്ല എന്ന വ്യാപകമായി സർക്കാരിനെതിരെ പ്രചരണം നടത്തിയേക്കാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ഓണത്തിനു മുമ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, പ്രവാസി പെൻഷൻ എന്നിവയെല്ലാം വിതരണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 2-ാം ദിവസത്തിലും സ്വർണ്ണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 1,15,120 രൂപയും ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,015 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.